people today are celebrating Palm Sunday. ഇന്ന് ലോകം മുഴുവൻ ജനം ഹോശാന ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. And that has its own importance. അതിന് അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. So today I will be sharing something about the worship of Palm Sunday and the response of Lord on a Palm Sunday. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പാം സൺഡേയിൽ ഉള്ള ആരാധനയെക്കുറിച്ചും അതിൻ്റെ പ്രതികരണമായി എപ്രകാരമാണ് കർത്താവ് അതിനെ പ്രതികരിക്കുന്നതും അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So there was a worship on 2000 years ago on the same day. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസത്തിൽ ഒരു ആരാധനയുണ്ടായിരുന്നു. And we read about that worship in Luke chapter 19 verse 28 till 31. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. ഇപ്രകാരമാണ് അത് വായിക്കുന്നത്. And when he had thus spoken, he went before ascending up to Jerusalem. Verse 29. And it came to pass when he came nigh to Bethphage and Bethany at the mount called the Mount of Olives, when he sent 2 of his disciples, saying, Go ye into the village over against you, in the which at your entering ye shall find a colt tied, whereon yet never man sat. Loose him and bring him hither. Verse 31, and if any man ask you, why do ye loose him? Thus shall ye say unto him, because the Lord hath need of him. Amen. Many people think this is a Palm Sunday because the next Sunday is Easter Sunday. Amen. ഒരുപാട് പേര് ഇന്ന് ഹോശാന ഞായറാഴ്ചയാണെന്ന് ചിന്തിക്കുന്നത് കാരണം അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ച ആയതുകൊണ്ടാണ്. Palm Sunday has no connection with Easter Sunday. ആമേൻ. ഹോശാന ഞായറാഴ്ചയ്ക്ക് ഈസ്റ്റർ ഞായറാഴ്ചയുമായിട്ട് ബന്ധമൊന്നുമില്ല. Yeah, definitely it might have happened that week. ആമേൻ. ആ ഒരു ആഴ്ചയായിരിക്കും അത് സംഭവിച്ചത്. But it has no connection with Easter Sunday. പക്ഷേ ഒരു ഈസ്റ്റർ സൺഡേയുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. But Palm or Hosanna even has a very important implication, and I want to make it very simple for youths, for adults, for kids, that everybody can understand. ആമേൻ. പക്ഷേ ഹോശാന ഞായറാഴ്ചയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ എളുപ്പമായ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. A correction: Palm Sunday doesn't have an importance. ആമേൻ. കുരുത്തോല ഞായറാഴ്ചയ്ക്ക് അതിൻ്റെ പ്രാധാന്യമില്ല. But that Hosanna event has an importance. പക്ഷേ ആ ഹോശാന നടന്ന ആ സന്ദർഭം അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. Okay, you ask a normal question. Why do you really celebrate Palm Sunday? ആമേൻ. ഒരു ചോദ്യം ഉയരാം. എന്തുകൊണ്ടാണ് നാം ഈ കുരുത്തോല ഞായറാഴ്ചയൊക്കെ നാം ആചരിക്കുന്നത്? I have one answer. ആമേൻ. ഒരു മറുപടി എനിക്കുള്ളൂ. That was the day when Jesus came and everybody took palm branches and spread over with bed sheets and palm branches and garments, and Jesus rode over a donkey over all that. We celebrate that. ആമേൻ. ആ ദിവസമാണ് കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് വരികയും ജനം മുഴുവൻ കുരുത്തോലകളും തുണികളും വസ്ത്രങ്ങളും കർത്താവിന്റെ വഴിയിൽ വിരിച്ചു ചെയ്യുകയും അത് നാം ആചരിക്കുകയും ചെയ്യുന്നു. But today I want to tell you exactly what is the importance. പക്ഷേ ഇന്ന് പകൽക്കാലം അതിന്റെ യഥാർത്ഥമായ പ്രാധാന്യം എന്താണെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Maybe I will just put this into 3 important points and I will share that, but it's not a point type topical message, it is exegetical one. ആമേൻ. ഇന്ന് പകൽക്കാലം അത് 3 പോയിന്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നുവെങ്കിലും അത് പോയിന്റ് മെസ്സേജ് ഒന്നുമല്ല, അത് വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So now Jesus knew that his time was very near, that he will be crucified. ആമേൻ. കർത്താവിനെ ക്രൂശിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന് കർത്താവ് അറിഞ്ഞിരിക്കുന്ന സമയമാണ്. And Jesus want to go to Jerusalem for the last time. ആമേൻ. അവസാനമായി യെരുശലേമിലേക്ക് കർത്താവ് പോകുകയാണ്. He was in Bethany. ആമേൻ. ബെത്തനിയിലായിരുന്നു കർത്താവ്. And we know where he was. ആമേൻ. എവിടൊക്കെയായിരുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. As you read these words, you know that he was with Lazarus and family. ആമേൻ. ലാസറും തന്റെ കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കുന്നത് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. And this is very particular. Which Lazarus? Lazarus whom Jesus raised. ആമേൻ. ഇത് ഏത് ലാസർ ആണെന്ന് പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസർ എന്ന് നമുക്ക് കാണാം. So he was in Bethany. ആമേൻ. ഇപ്പോൾ ബെത്തനിയിലായിരുന്നു. And if you know the life of Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് അറിയുകയാണെങ്കിൽ Jerusalem was not a good fit for Jesus. ആമേൻ. യെരുശലേം കർത്താവായ യേശുക്രിസ്തുവിന്റെ നല്ല ഫിറ്റ് അല്ലായിരുന്നു.
You know that, right? നമുക്ക് നന്നായി അതിന്റെ കാരണങ്ങൾ If അറിയാം. you read Bible, നാം വചനം വായിക്കുകയാണെങ്കിൽ Jesus was never accepted in Jerusalem. ആമേൻ, യേശു കർത്താവിനെ ഒരിക്കലും യെരൂശലേമിൽ അംഗീകരിച്ചിട്ടില്ല. Jerusalem was a very sensitive place for Jesus. കർത്താവ് യേശു ക്രിസ്തുവിന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ യെരൂശലേം. More than 5 times we read that Jesus had to, he had to get out of Jerusalem, he had to sneak out of Jerusalem because of the terror. ആമേൻ. ജെറുസലേമിൽ നടക്കുന്ന സംഭവങ്ങൾ മുഖാന്തരം 5 പ്രാവശ്യത്തിലധികമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന് യെരൂശലേമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. He had to he had to hide and he had to skip out from that place. ആമേൻ. യെരൂശലേമിൽ നിന്ന് മറഞ്ഞ് ഒളിച്ച് പോകേണ്ട അവസ്ഥകൾ വന്നു. As soon as he go to Jerusalem, there is something issue against him. ആമേൻ. യെരൂശലേമിൽ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ എപ്പോഴും എന്തെങ്കിലും പ്രതികൂലം തനിക്കെതിരായി In വരും. all the 4 gospels, 4 സുവിശേഷങ്ങളിലും whenever Jesus went to Jerusalem, എപ്പോഴൊക്കെ യെരൂശലേമിലേക്ക് കർത്താവ് പോയിട്ടുണ്ടോ there was Pharisees and Sadducees and a mob who were against Jesus. പരീശരും സദൂക്യരും വലിയൊരു കൂട്ടം ജനവും തനിക്കെതിരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. So disciples and other people had to escort him outside Jerusalem. അവണ്ണം ശിഷ്യന്മാരും മറ്റ് ജനങ്ങളും യേശുവിനെ യെരൂശലേമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട That is the ആവശ്യമുണ്ടായിരുന്നു. reason why Jesus spent more of his time in Galilee and Capernaum and not in Jerusalem. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അനേക സമയവും ഗലീലയിലും കഫർനൗമിലും മറ്റ് സ്ഥലങ്ങളിലും സമയം ചെലവിട്ടത്. Because Jerusalem was always against him. ആമേൻ. യെരൂശലേമിൽ എപ്പോഴും തനിക്കെതിരായിരുന്നു. Now, when he knew that now the time of crucifixion is there, ആമേൻ. ക്രൂശീകരണത്തിന്റെ സമയം അടുത്തു വന്നത് കർത്താവ് പറഞ്ഞപ്പോൾ he knew there is something to be fulfilled from what prophets have said. ആമേൻ. പ്രവാചകന്മാർ പറഞ്ഞതിൽ ചിലതൊക്കെ പൂർത്തീകരിക്കേണ്ട സമയമായെന്ന് മനസ്സിലായി. And Jerusalem was always the capital for kings. ആമേൻ. രാജാക്കന്മാർക്ക് അവർ തലസ്ഥാന നഗരിയായിരുന്നു So യെരൂശലേം. any king that comes in, they have a capital place, a great time and visit and a purpose in Jerusalem. ആമേൻ. ഏത് രാജാവ് വന്നാലും യെരൂശലേം സന്ദർശിക്കും. അവർക്ക് ചില കാര്യങ്ങൾ പദ്ധതികൾ ചെയ്തെടുക്കുവാൻ യെരൂശലേമിലുണ്ട്. Now during this time of Jesus, ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ സമയത്ത് Romans were ruling over the whole of Jerusalem. റോമൻസ് ആയിരുന്നു അവിടെ ഭരണം ചെയ്തുകൊണ്ടിരുന്നത്. Meanwhile, high priest among Jews, they were another powerful people under Romans who do many of their regulations, constitutions and ruling. അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിൽ കീഴെ ഇതാ മഹാപുരോഹിതനും തന്റെ ആൾക്കാരും മറ്റൊരു ശക്തമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. Why Jesus had to go 3 times to the court, 6 times to the court, but in 3 different places, but he had to quote both Jewish and Gentile court. ആമേൻ. എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു യഹൂദന്മാരുടെ കോടതിയിലും അതുപോലെ തന്നെ റോമ സാമ്രാജ്യത്തിന്റെ കോടതിയിലും പല തവണ കയറി ഇറങ്ങേണ്ടി വന്നത്? So we always say Jesus had to go through these courts. ആമേൻ. നാം എപ്പോഴും പറയും കർത്താവിന് ഇപ്രകാരം പല കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നു. See, Romans doesn't want to cause a threat for themselves by refuting Jews. ആമേൻ. ഒരു യഹൂദനെ തിരസ്കരിച്ചുകൊണ്ട് ഒരു റോമക്കാർക്ക് പ്രശ്നമുണ്ടാകണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. And Jews can also, they have to be subject to Roman emperors. അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിന് അധീനരായിരിക്കണം ഈ യഹൂദന്മാരും. So any king who comes in Jerusalem is the capital where he shows up. ആമേൻ. അതുകൊണ്ടാണ് ഏത് രാജാവ് വന്നാലും യെരൂശലേമിലാണ് രാജാവ് തന്നെ വിളംബരം ചെയ്യുന്നത്. So now Jesus said he knew that this is something that he has to do. ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിന് മനസ്സിലായി താൻ ചെയ്യേണ്ട ഒരു പ്രധാനമേറിയ കാര്യം ഇതാണ്. So from Bethany, now from that Bethphage place, now he is going to Jerusalem. ഇപ്പോൾ ബെഥനിയിലായിരിക്കുന്ന കർത്താവ് ഇതാ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. People if you are in Bible study, you know these places, geography, so I'm just going forward. ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഈ സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. So now as he decides to go to Jerusalem, യെരൂശലേമിലേക്ക് പോകുവാൻ തീരുമാനിക്കുമ്പോൾ so first fact is we should understand what is the significance why Jesus chose to do this. ആമേൻ. എന്തുകൊണ്ട് കർത്താവ് ഇത് ചെയ്യുവാൻ തീരുമാനിച്ചു അതിന്റെ പ്രാധാന്യം നാം ആദ്യം തന്നെ He മനസ്സിലാക്കണം. know that Jerusalem is not good place for him. ആമേൻ. യെരൂശലേം തനിക്ക് സ്വീകാര്യമായ സ്ഥലമല്ല നന്നായി അറിയാം. But this is something unavoidable. പക്ഷേ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. And in this place there are so many other people too. ആമേൻ. ഈ ഒരു ദേശത്ത് അനേകം മറ്റ് ആൾക്കാരുമുണ്ട്.
Because in Jerusalem temple, this was the week for Passover. കാരണം യെരൂശലേം ദേവാലയത്തിൽ ഈ ഒരാഴ്ച പെസഹ ആചരിക്കേണ്ട ആഴ്ചയാണ്. So it's not just Jews from this place. ആമേൻ. അതുകൊണ്ട് ആ ഒരു ദേശത്തെ യഹൂദന്മാർ മാത്രമല്ല, By this time Jews are scattered all over the earth. ഈ സമയത്തിനുള്ളിൽ യഹൂദന്മാർ ലോകം മുഴുവൻ ചിതറിപ്പാർക്കുന്നുണ്ട്. They all are gathering in Jerusalem. അവരെല്ലാവരും ഒരുമിച്ച് യെരൂശലേമിൽ കൂടി വരും. All these scribes, scripture reading Jews will come there. ആമേൻ. വചനം വായിക്കുന്നവർ, സ്ക്രൈബ്സ്, അവരെല്ലാം ഒന്നിച്ചു ചേരും. And all these Sadducees, Pharisees, high priests, everybody has to be in Jerusalem, especially in Jerusalem temple. ആമേൻ. പരീശരും സദൂക്യരും അങ്ങനെ മറ്റെല്ലാവരും അവർ യെരൂശലേമിൽ കൂടി വരണം. പ്രത്യേകമായി യെരൂശലേം ദേവാലയത്തിൽ കൂടി Another thing, വരണം. what is significant? ആമേൻ. മറ്റൊരു കാര്യം എന്താണ് ഇതിന്റെ പ്രാധാന്യം? Last week I gave an intro of 10 gates. You remember? കഴിഞ്ഞ ആഴ്ച ഞാൻ 10 വാതിലിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു. And I didn't purposely plan for this, but somehow I see a purpose now. ആമേൻ. ഞാൻ അത് അന്ന് തീരുമാനിച്ചതല്ല, പക്ഷേ ഇന്ന് അതിന്റെ ഒരു കാരണം എനിക്കിന്ന് മനസ്സിലാകുന്നുണ്ട്. I told you about one east gate. ആമേൻ. ഞാൻ ഒരു കിഴക്കേ വാതിലിനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞു. Which is closed now. അത് ഇന്ന് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. Why? എന്തുകൊണ്ട്? Why the other doors were not closed and this only door was closed? മറ്റെല്ലാ വാതിലുകളും അടയ്ക്കപ്പെടാതിരിക്കുമ്പോൾ ഈ വാതിൽ മാത്രം എന്തിനെ അടച്ചു? A sultan of Turkey, he thought when he became king, he invaded over that place. He said, every king who introduced himself, they come either on a horse or in a donkey through the eastern gate. ആമേൻ. ഏതൊരു രാജാവ് തന്നെ മറ്റുള്ളവർ മുമ്പിൽ കാണിക്കുമ്പോൾ ഈ ഈസ്റ്റ് ഗേറ്റ്, കിഴക്കേ വാതിൽ കൂടെ ഒരു കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒരു കഴുതയുടെ പുറത്താണ് വരുന്നത്. Okay, keep this in mind and let me I want to tell you that this is one of the most important thing that you should never forget. ആമേൻ. ഇത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്, ഒരിക്കലും മറന്നു പോകരുത്. When a king comes through that eastern gate, ഒരു രാജാവ് കിഴക്കേ വാതിൽ കൂടി വരുമ്പോൾ either he can take a donkey or he can take a horse. ആമേൻ. തനിക്ക് ഒരു കഴുതയെ ആശ്രയിച്ചു വരാം, അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്ത് വരാം. So this is a sign. ഇതൊരു ചിഹ്നമാണ്. If a king comes over horse, ഒരു രാജാവ് കുതിരപ്പുറത്ത് വരികയാണെങ്കിൽ, any king, it can be any king, ഏതൊരു രാജാവാകാം, as soon as he passed that eastern gate, ആ ഒരു കിഴക്കേ വാതിൽ കൂടി കടന്നു പോകുമ്പോൾ, if he is riding a horse, ഒരു കുതിരപ്പുറത്താ വരുന്നെങ്കിൽ, this king, everybody in that place knows it is a sign of war. King is coming on a horse announcing a war. ആമേൻ. ഒരു രാജാവ് കുതിരപ്പുറത്താ വരുന്നെങ്കിൽ ജനത്തിനൊക്കെ മനസ്സിലാകും ഈ രാജാവ് ഒരു യുദ്ധത്തിന് വേണ്ടിയാ വരുന്നതെന്ന്. But then a king who presides over that place, ആമേൻ. പക്ഷേ ആ ഒരു ദേശത്ത് ആയിരിക്കുന്ന രാജാവ്, he won't come unless there is a war on a horse. ആമേൻ. ഒരു യുദ്ധത്തിന് കാരണമില്ലാതെ ഒരിക്കലും കുതിരപ്പുറത്ത് വരികയില്ല. When this king come over a donkey, ആമേൻ, ഒരു രാജാവ് കഴുതപ്പുറത്ത് വരികയാണെങ്കിൽ, the message is, അതിന്റെ അർത്ഥം, അതിന്റെ സന്ദേശം ഇതാണ്, I bring peace to you. ഞാൻ സമാധാനം കൊണ്ടുവരികയാണ്. It's not war time. ആമേൻ. ഇത് യുദ്ധത്തിന്റെ സമയമല്ല. We are not enemies. നമ്മൾ ശത്രുക്കളുമല്ല. I bring peace to ഞാൻ you. സമാധാനം കൊണ്ടുവരികയാണ്. I am connecting your country to my country with peace. ആമേൻ. അങ്ങയുടെ രാജ്യത്വവും എൻ്റെ രാജ്യവുമായിട്ട് ഞാൻ സമാധാനത്താൽ ഒത്തൊരുമിപ്പിക്കുകയാണ്. So until you know this important things of history, ആമേൻ, ചരിത്രത്തിലെ ഈ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ you won't understand why Jesus came through that eastern gate to Jerusalem. ആമേൻ, നമുക്ക് ഒരിക്കലും മനസ്സിലാകുകയില്ല എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു കിഴക്കേ വാതിൽ കൂടെ യെരൂശലേമിലേക്ക് Now വന്നത്. Jesus, now the donkey thing, that is not my message. ആമേൻ. ആ കഴുതയുടെ വിഷയമല്ല എൻ്റെ സന്ദേശം. You all know, you are masters and doctors in how Jesus got donkey and untying donkey and bringing donkey. That is not a message for you. ആമേൻ. നിങ്ങൾക്ക് അത് കഴുതയെക്കുറിച്ച് മാസ്റ്റേഴ്സും നല്ല വിവരണം അറിയാം, എന്തിനാണ് കർത്താവ് അതിനെ അഴിച്ചതും അതിന്റെ കാര്യങ്ങളും അല്ല. But he came to Jerusalem പക്ഷേ യെരൂശലേമിലേക്ക് കർത്താവ് വന്നു through eastern gate, ആ കിഴക്കേ വാതിൽ കൂടി വന്നു. and this was opened that time. ആ സമയത്ത് ഇത് തുറന്നിരിക്കുകയായിരുന്നു. And I said, this sultan who closed, ആമേൻ, ഇത് ഒരു സുൽത്താൻ ഇത് അടയ്ക്കുവാനിടയായി. you know why? എന്തിനാണെന്ന് അറിയാമോ? He said, I am the last king who will enter into this ഇതിൽ place. കൂടെ കടക്കുന്ന അവസാനത്തെ രാജാവ് ഞാനാണ്. No other king should come through this ഇനി way. ഒരിക്കലും ഒരു രാജാവ് ഇതിൽ കൂടി വരാൻ And also പാടില്ല. he heard that Jesus Christ on someday as Messiah would come through this gate after long years. ആമേൻ. താൻ പ്രകാരം കേൾക്കുവാനിടയായി വർഷങ്ങൾക്ക് ശേഷം കർത്താവ് യേശുക്രിസ്തു മശീഹയായി ഈ വാതിൽ കൂടിയാണ് So വരുന്നത്. he said, no king neither from on earth or heaven will ever come, and he closed it. ആമേൻ. ഭൂമിയിലുള്ള രാജാവോ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു രാജാവോ വന്നാൽ ഒരിക്കലും
ഒരിക്കലും ഇതിൽ കടക്കാൻ പാടില്ല, അതുകൊണ്ട് വാതിലുകൾ അടയ്ക്കുവാനിടയായി. But this fool doesn't know that my Lord doesn't need anybody to open. When he says to open, it is open. When he says to close, it is closed. And when he opens, no one can close. And when he closes, no one can open. ഈ വ്യക്തിക്ക് ഇത് അറിയില്ലായിരുന്നു. ദൈവത്തിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കവാടങ്ങൾ തുറന്നു വരും. ദൈവം തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. So when Jesus was coming on a donkey, കർത്താവായ യേശുക്രിസ്തു ഒരു കഴുതപ്പുറത്ത് വന്നപ്പോൾ, through that eastern gate, ആ കിഴക്കേ വാതിൽ കൂടി വന്നപ്പോൾ, even in a few words before this event, it is written, people gathered in the house of Lazarus, not just because of Lazarus, but also because of Jesus, who he was, and they wanted to see Jesus. ആമേൻ. നാം അല്പവാക്യങ്ങൾ മുമ്പ് വായിക്കുമ്പോൾ ജനമെല്ലാം ഒരുമിച്ച് ലാസറിന്റെ ഭവനത്തിൽ കൂടുവാനും ലാസറിനെ കാണുവാനല്ല, പക്ഷെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്നു ചേരുവാനിടയായി. Yeah, John 12:9-13 says, much people of Jews therefore knew that he was there, and they came not for Jesus' sake only, and then go for. No, this is verse 10. And the chief priests consulted that they might put Lazarus also to death, but that by reason of him many of the Jews went away and believed on Jesus. On the next day, verse 12, on the next day, much people that were come to the feast, when they heard that, come on, Jesus was coming to Jerusalem, took branches of palm tree and went forth to meet him and cried, Hosanna, blessed is the King of Israel that comes in the name of the Lord. Now listen, when people got news over there that Jesus is coming to Jerusalem. ആമേൻ. അവിടെ കൂടി വന്ന ജനത്തിന് ഒരു വാർത്ത ലഭിച്ചു, കർത്താവ് യെരുശലേമിലേക്ക് വരികയാണ്. Moreover, Jews were really perplexed to know who Jesus was, why he talks about our Old Testament, but he talks differently. ആമേൻ. ഈ യഹൂദന്മാർക്ക് മനസ്സിലാകണമായിരുന്നു എന്തുകൊണ്ട് ഈ വ്യക്തി നമ്മുടെ പഴയ നിയമത്തെ കുറിച്ച് പറയുന്നു, പക്ഷെ മറ്റൊരു രീതിയിലാണല്ലോ പറയുന്നത്. So now people are waiting in Jerusalem for Jesus. ഈ യെരുശലേമിലുള്ളവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. They never expected him to walk into these gates. ആമേൻ. ഈ വാതിൽ കൂടെ യേശു കടന്നു വരുമെന്ന് ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചില്ല. This time he was not sneaking in, he was not hiding, but this time he was giving a message. ആമേൻ. ഈ പ്രാവശ്യം കർത്താവ് ഒളിഞ്ഞല്ല വന്നത്, പക്ഷേ ഈ തവണ ഒരു വാർത്തയുമായിട്ടാണ് വരുന്നത്. Never took a donkey before, but this time he took a donkey. ഒരിക്കലും ഇതിനു മുമ്പേ ഒരിക്കലും ഒരു കഴുതയെ എടുത്തില്ല, പക്ഷേ ഈ പ്രാവശ്യം ഒരു കഴുതയിൽ ഏറിയാണ് He വരുന്നത്. came riding on a donkey. ആമേൻ. ഒരു കഴുതയിൽ ഏറിയാണ് വരുന്നത്. Jews got the message. യഹൂദന്മാർക്ക് അർത്ഥം മനസ്സിലായി. You know why? എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? They are good scribes. അവർക്ക് ഈ വചനത്തെ നല്ലോണം അറിയാമായിരുന്നു. Zechariah 9:9, if you can pull that up. Zechariah 9:9. Will you read this? Rejoice greatly, O daughter of Zion. Shout, O daughter of Jerusalem. Behold, your king is coming to you. How? He is just and having salvation, lowly and riding on a donkey, a colt, the foal of a donkey. Amen. So these scribes and Jews, they know Zechariah. തിരുവെഴുത്ത് അറിയാവുന്ന യഹൂദന്മാർക്ക് മനസ്സിലായി ഇത് മശിയയാണെന്ന്. Calvary Assembly, do you know where Zechariah comes in? Pre-exilic, exilic or post-exilic? ആമേൻ. കാൽവറി അസംബ്ലിക്ക് അറിയാമോ സക്കറിയ പ്രവാചകന്റെ പുസ്തകം എവിടെയാണ് വരുന്നത്? എക്സിലിക്, പ്രീ എക്സിലിക് ആണോ പോസ്റ്റ് എക്സിലിക് ആണോ? Come on, say. All right, you're good. Amen. You're good. It's post-exilic. Last three prophets are post-exilic prophets. So, post-exilic. So, after these prophets, there were 400 years of gap, right? And then Jesus comes in. So, now they remember the last prophet, Zechariah, he told a king is coming to Jerusalem. And when this king will come to redeem them, this king will come riding on a. ആമേൻ. യഹൂദന്മാർക്ക് നന്നായി മനസ്സിലായി ഈ പ്രവാചകനായ സഖറിയാവ് എഴുതിയിട്ടുണ്ട്, ഇപ്രകാരം ഒരു മശിഹ വരും, മശിഹ കഴുത പുറത്തായിരിക്കും വരുന്നത്, അത് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വരുന്നതെന്ന്. So these Jews, they were under Roman, province. ആമേൻ. ഈ യഹൂദന്മാരെല്ലാം റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. They were looking for a Messiah who will actually give them their country back. ആമേൻ. അവരൊരു മശിഹയ്ക്ക് വേണ്ടി നോക്കി പാർക്കുകയായിരുന്നു. So that
the Messiah will give their country back to them. അവർക്ക് രാജ്യം തിരിച്ചു ലഭിക്കുവാൻ വേണ്ടി ഉള്ള ഒരു Now മെഷിയയ്ക്ക് their വേണ്ടി country, നോക്കിയിരിക്കുന്നു. Israel, is ruled by Romans. ഇപ്പോൾ അവരുടെ രാജ്യമായ ഇസ്രായേൽ റോമാക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. They know that this country belongs to them. അവർക്കറിയാം ഈ രാജ്യം അവർക്കുള്ളതാണ്. They are waiting for a king. അവർ ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. One Daniel will come. ആമേൻ. ഒരു ദാനിയേൽ വരും, One Moses will ഒരു come. മോശ വരും, One Elijah will ഒരു come. മറ്റൊരു ഏലിയ Somebody പ്രവാചകൻ will come. വരും, ആരെങ്കിലും വരും. But this was the right time. പക്ഷേ ഇതാകുന്നു ആ കറക്റ്റ് സമയം. A Jew is coming. ഒരു യഹൂദൻ വരുന്നുണ്ട്. Who was born in, he was born in Judah, the tribe of Judah. Oh, a Jew is coming. ആമേൻ. യഹൂദ ഗോത്രത്തിൽ ജനിച്ച ഒരു യഹൂദൻ വരുന്നുണ്ട്. And riding on a donkey. ഒരു കഴുതപ്പുറത്താണ് വരുന്നത്. They misunderstood the whole message. ആമേൻ. അവർ സകല ആ കാര്യങ്ങൾ മൊത്തം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനിടയായി. Why they put their Hosanna or the palm branches over there? ആമേൻ. എന്തുകൊണ്ടാണ് അവർ ഹോസാന പറയുക അല്ല അവർ കുരുത്തോലകൾ അവിടെ ഇടുവാൻ കാരണം? It was not at all a worship. ആമേൻ. അത് ഒരിക്കലും ഒരു ആരാധനയല്ലായിരുന്നു. Looked like a worship. അത് ആരാധന പോലെയിരുന്നു. They looked like a great celebration. ആമേൻ. വലിയൊരു സെലിബ്രേഷൻ പോലെ ഇരുന്നു. But it was not at all a worship. പക്ഷേ അത് ഒരിക്കലും ഒരു ആരാധനയല്ലായിരുന്നു. It was the frustration that was inside of them, and they needed deliverance. They need a king, and that's why they said, "Oh, the king has come. The king has come." They just need one deliverance. See, it's written, took the branches of the tree, went forth to meet him, and cried out, "Hosanna!" And what do you mean by Hosanna? Hebrew word Hosanna means save us. ആമേൻ. അവരുടെ ഉള്ളിലുള്ള ആ വികാരങ്ങളും പരിഭ്രമങ്ങളും അത് പുറത്തു വന്നാണ് അവർ ഹൊസാന എന്ന് പറഞ്ഞത്. ഹൊസാനയുടെ ഹെബ്രായ പദത്തിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. Many of us don't know the meaning of Hosanna. നമ്മുടെ പലപ്പോഴും നമുക്ക് ഹൊസാന എന്ന വാക്കിന്റെ അർത്ഥം പോലും Even many songwriters doesn't know what they are writing over there. പല പാട്ടുകാരും അവർ ഇത് എഴുതുമ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല എന്താ ഇതിന്റെ It അർത്ഥം. is save us, oh God. ആമേൻ. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ And എന്നാണ് that's അതിന്റെ what they അർത്ഥം. said, Hosanna. ആമേൻ. ഇപ്പോൾ ഇവരെന്താണ് പറയുന്നത്? ഹൊസാന. That means, what is that? ആമേൻ. എന്താണ് അതിന്റെ അർത്ഥം? ഞങ്ങളെ രക്ഷിക്കണമേ. Blessed is the King of Israel. So they were exactly talking a political king, not a spiritual king here. അവരൊരു ആത്മീയമായ രാജാവിനെ അല്ലായിരുന്നു ആഗ്രഹിച്ചത്, അവരൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാജാവിനെയായിരുന്നു ആഗ്രഹിച്ചത്. Blessed is the King of Israel, a political king, comes in the name of the Lord. ഇസ്രായേലിന്റെ രാജാവായി വരുന്ന കർത്താവിന് മഹത്വം എന്നാണ് അവർ പറയുന്നത്. Because now this king is going to establish a kingdom here. ആമേൻ. കാരണം ഈ രാജാവാണ് ഇവിടെ ഒരു രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്നത്. But did Jesus go there with that purpose? പക്ഷേ കർത്താവ് യേശുക്രിസ്തു ആ പദ്ധതിയുമായിട്ടാണോ അങ്ങോട്ട് പോയത്? Never. ഒരിക്കലുമല്ല. He was announcing a message. ആമേൻ. ഇവിടെ ഒരു മെസ്സേജ് ജനത്തിന് കൊടുക്കുകയാണ്. I am representing a kingdom. ഞാൻ ഒരു രാജ്യത്വത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. I am coming as a representative of that kingdom. ആ ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Not coming on a horse. ഞാനൊരു കുതിരപ്പുറത്തല്ല വരുന്നത്. If I needed, I could have get that too. എനിക്കത് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അപ്രകാരം തന്നെ എനിക്ക് I am വരാമായിരുന്നു. not coming to destroy you. ഞാൻ തകർക്കുവാനല്ല വരുന്നത്. I am not coming to kill you. ഞാൻ നിങ്ങളെ കൊന്നുകളയുവാനുമല്ല I am വരുന്നത്. not coming to judge you. ഞാൻ നിങ്ങളെ വിധിക്കുവാനുമല്ല I വരുന്നത്. am not coming here for anyways for war. ഞാൻ ഒരു യുദ്ധത്തിനുമല്ല ഞാൻ വരുന്നത്. But I am coming to announce a peace between your kingdom and my kingdom. നിങ്ങളുടെ രാജ്യത്വവും എന്റെ രാജ്യത്വവും തമ്മിൽ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ വരുന്നത്. You need to be in peace with God. ആമേൻ. നിങ്ങൾ ദൈവവുമായിട്ട് സമാധാനത്തിൽ ഏർപ്പെടണം. Do you remember the first message of the angel when Jesus was born? കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ദൂതൻ വന്ന് പറഞ്ഞ സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember that message? അത് ഓർക്കുന്നുണ്ടോ? Glory to God in the highest, and on earth peace among men. ആമേൻ. ഭൂമിയിലുള്ളവർക്ക് സമാധാനം എന്നാണ് ദൂതൻ പറഞ്ഞത്. And now Jesus announcing that. ആമേൻ. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു വീണ്ടും എടുത്തു One പറയുകയാണ്. day angels announced it. ഒരിക്കൽ അത് ദൂതന്മാരാണ് വിളിച്ചു പറഞ്ഞത്. And today Jesus is not announcing, he is showing that in reality. ഇന്ന് കർത്താവ് അത് വിളിച്ചു പറയുകയല്ല, പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് ചെയ്തു കാണിക്കുകയാണ്. Calvary Assembly and everybody who is listening me, I want to tell you something. കാൽവറി അസംബ്ലിയിലും എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഇപ്രകാരം പറയട്ടെ. Today we all are announcing Jesus is
coming soon. ആമേൻ. ഇന്ന് നാം എല്ലാവരും പ്രഖ്യാപിക്കുകയാണ് കർത്താവ് വേഗം വരുന്നു. He is coming soon. വേഗത്തിൽ വരുന്നു. With angels. ആമേൻ. ദൂതന്മാരായി. With the sound of trumpet. ആമേൻ. കാഹള ധ്വനിയുടെ ശബ്ദമായിട്ട്. He is coming very soon. ആമേൻ. അതിവേഗത്തിൽ വരുന്നു. And we all know about that Jesus that is coming. ആമേൻ. വരുന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. We have also announced ആമേൻ. നാം വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. He is not coming on a donkey now. ആമേൻ. ഇനിയും വരുന്നത് കഴുതപ്പുറത്തല്ല. He is coming riding a white horse. ആമേൻ. ഒരു വെള്ള കുതിരമേലാണ് വരുന്നത്. He is coming very soon. ആമേൻ. അതിവേഗത്തിൽ വരുന്നു. In the middle of this, ഇതിന്റെ എല്ലാ മധ്യത്തിൽ Jesus is not going to make an announcement. ആമേൻ. ഇതിന്റെ മധ്യ കർത്താവ് ഒരു അനൗൺസ്മെന്റും ചെയ്യാൻ But പോകുന്നില്ല. one day, പക്ഷേ ഒരു ദിവസം just like 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പേ He showed up on the eastern gate. ആമേൻ. ആ കിഴക്കേ വാതിൽ തന്നെ കാണിക്കുവാനിടയായി. The same way, അതുപോലെ my Lord തന്നെ is going to show us on the clouds. ആമേൻ. മേഘാരൂഢനായി വരുന്ന കർത്താവ് തന്നെ Everybody who believes this, അത് വിശ്വസിക്കുന്ന സകലരും, everybody who believes ഇത് this, വിശ്വസിക്കുന്ന സകലരും, everybody who are waiting for this, ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന സകലരും let them say, അവർ ഒരുമിച്ച് വിളിച്ചു Oh Lord പറയട്ടെ, Jesus, കർത്താവേ come soon, വേഗം വരണമേ, come soon. വേഗം വരണമേ. There won't be any other announcement. അപ്പോൾ വേറെ ഒരു പ്രഖ്യാപനവുമില്ല. We are the heralds. ആമേൻ. നാമാണ് അതിനു മുമ്പേ Church is the ഓടേണ്ടവർ. herald. ആമേൻ. സഭയാണ് അതിനു മുമ്പേ Church is going to talk about it. സഭയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. Earlier prophets spoke about it. ആമേൻ. മുൻപേ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. Angels confirmed it. ആമേൻ. ദൂതന്മാർ അതിനെ ഉറപ്പിക്കുവാനിടയായി. Jesus proved it. കർത്താവായ യേശുക്രിസ്തു അതിനെ പ്രൂവ് ചെയ്തു. Today also the word of God talk about it. ഇന്നും ദൈവവചനം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. Church is proclaiming it. ദൈവസഭ അതിനെ ഘോഷിക്കുകയാണ്. Jesus is going to prove it. കർത്താവ് അത് വീണ്ടും Can prove somebody ചെയ്യുകയാണ്. give up a big hand to എത്ര പേർക്ക് Jesus? കരങ്ങളെ അടിച്ച് ദൈവത്തെ Can somebody മഹത്വപ്പെടുത്തുവാൻ bless the കഴിയും? name of the Lord? എത്ര പേർക്ക് ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കാൻ കഴിയും? Hallelujah. ഹല്ലേലൂയ. This Lord is coming ഈ soon. ദൈവം വേഗം വരുന്നു. Hallelujah. Hallelujah. The announcement of Hosanna was this. ആമേൻ. ഹോസാനയുടെ പ്രഖ്യാപനത്തിന്റെ പിൻപിൽ ഇതാണ്. As people were exclaiming, crying out, Hosanna, and they were putting up all these palm leaves, they were actually expecting Jesus to become a political leader, turn over the Roman government and get Jews back their country. ആമേൻ. ജനമൊക്കെ ഹോസാന എന്ന് പാടി ആർത്തുകൊണ്ട് അവരുടെ വസ്ത്രങ്ങളും കുരുത്തോലകളും ഇടുമ്പോൾ അവരുടെ ഉള്ളിൽ അവർ പ്രതീക്ഷിച്ചത് യേശു വന്ന് അവരുടെ റോമ സാമ്രാജ്യത്തിനെ മാറ്റി ഒരു പുതിയ സാമ്രാജ്യം ഉടലെടുക്കുമെന്നാണ് അവർ വിചാരിച്ചത്. You know, the reaction of Jesus towards this crowd, that is what I want to talk now. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ഒരു ജനത്തോടുള്ള പ്രതികരണം, അതാണ് നിങ്ങളോട് എനിക്ക് You know, പറയാനുള്ളത്. the crowd is very excited. ആമേൻ. ഈ ക്രൗഡ്, ഈ ജനം വളരെ ആവേശം കൊണ്ട് If നിൽക്കുകയാണ്. you hear the sound of this crowd, ഈ ജനത്തിന്റെ കൂടി വന്നിരിക്കുന്ന ജനത്തിന്റെ ശബ്ദം കേട്ടാൽ you will feel like great mega convention is happening. ഒരു വലിയ മെഗാ കൺവെൻഷൻ ക്രൂസൈഡ് നടക്കുന്ന ശബ്ദമാണ്. Kumbanad, Punalur, Tiruvalla will not stand before them. ആമേൻ. ഇതിന്റെ മുമ്പിൽ ഒരു കുമ്പനാടും തിരുവല്ലയും പുനലൂരും ഒന്നും നിൽക്കില്ല. No, it was sound like great sound. ആമേൻ. ഇത് അതിലും ഉപരിയായിട്ടുള്ള വലിയ ശബ്ദമായിരുന്നു. And they all have these palm branches. അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ കുരുത്തോലകൾ By ഉണ്ടായിരുന്നു. the way, if you don't know the history of palm branches, you should know that. ആമേൻ. ഈ കുരുത്തോലയുടെ ചരിത്രം അറിയത്തില്ലെങ്കിൽ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. Okay, what is that? എന്താണത്? During this 400 years of silent period between the Old Testament and New Testament, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പീരിയഡ് 400 വർഷക്കാലം. I told in last class of our Bible study about Maccabean revolt. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങളോട് മക്കാബിയൻ റിവോൾട്ടിനെ കുറിച്ച് നിങ്ങളോട് പറയുവാനിടയായി. That it happened between 400 years. ആ 400 വർഷക്കാലം സംഭവിച്ച കാര്യമാണ്. You know, Alexander the Great took over the whole, almost over the earth. ആമേൻ. ഏകദേശം ഭൂമി മുഴുവൻ അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കുവാനിടയായി. And after Alexander's death, he died right about almost like 30 at the age of 32. ആമേൻ. 32 വയസ്സിൽ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുവാനിടയായി. A young king who took almost over all the part of earth. യൗവനക്കാരനായ ഈ More രാജാവ് than half he took over. ആമേൻ ഭൂമിയുടെ പകുതിയോളം അതിൽ കൂടുതൽ തന്റെ കൈവശമാക്കുവാനിടയായി. This king died at the age of 32. പക്ഷേ തന്റെ 32ാമത്തെ വയസ്സിൽ താൻ മരിക്കുവാനിടയായി. He didn't appoint anybody. ആമേൻ. ആരെയും അതിനുശേഷം അപ്പോയിന്റ് ചെയ്തില്ല. He didn't have any kid. ആമേൻ. തനിക്ക് We don't know. മക്കളൊന്നുമില്ല. But no kids came in. അന്വേഷിച്ച മറ്റ് കുഞ്ഞുങ്ങളാരും He had വന്നില്ല. 5 generals. ആമേൻ. 5 ജനറൽസ് ഉണ്ടായിരുന്നു. Every general took one portion of the country. ആമേൻ. ഓരോ ഭാഗങ്ങൾ വിഭാഗിച്ചെടുത്തു. And this one general was in Syria. ആമേൻ. അതിൽ ഒരു ജനറൽ സിറിയയിലായിരുന്നു. That his old name is Aram. ആമേൻ. പഴയ നാമം ആരാം എന്ന സ്ഥലം. So this guy was in Syria, and his son's name was Antiochus
Epiphanes, that is fourth Antiochus. Just a small history, but you will enjoy this history. ആമേൻ. ആ വ്യക്തിയുടെ മകന്റെ പേരായിരുന്നു ആന്റിയോക്കസ് എപ്പിഫാനസ്. He was such a cruel king. വളരെ ദോഷം നിറഞ്ഞ ഒരു രാജാവായിരുന്നു. He went to Jerusalem. ഈ വ്യക്തി ജെറുസലേമിലേക്ക് പോയി. Took over Jerusalem. യെരുശലേം മൊത്തം കീഴടക്കുവാനിടയായി. He went into the temple. ആമേൻ. ദേവാലയത്തിൽ ചെന്നു. He took a pig. ആമേൻ. ഒരു പന്നിയെ എടുത്തിട്ട് took into the temple. എന്നിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്നു. First time ever happened in the history of temple of Jerusalem. യെരുശലേം ദേവാലയത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു സംഭവമാണിത്. And he sacrificed a pig inside this temple of Jerusalem. യെരുശലേം ദേവാലയത്തിനകത്ത് ഒരു പന്നിയെ യാഗം കഴിക്കുവാനിടയായി. And you know, with Jews, pigs, that is not a sacrificial animal. ആമേൻ. യഹൂദന്മാർക്ക് പന്നി എന്ന് പറയുന്നത് അതൊരു യാഗവസ്തുവല്ല. Of course, many of you love that, but it was not the sacrificial animal. നമ്മളിൽ പലർക്കും അത് കഴിക്കാൻ ഇഷ്ടമാണ്. എങ്കിലും പക്ഷേ അന്നത്തെ കാലത്ത് അതൊരു യാഗവസ്തുവല്ലായിരുന്നു. So this guy bought this thing because he wanted to show his anger towards Jews. യഹൂദന്മാർക്കെതിരായിട്ട് തന്റെ ദേഷ്യം കാണിക്കുവാൻ വേണ്ടി ഇപ്രകാരം ചെയ്യുവാനിടയായി. And when he did that, അത് ചെയ്തതിനു ശേഷം there were a group of Jews, priests, who were known as Maccabeans. ആമേൻ. മെക്കാബിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. One of the brothers' name was Judas Maccabeus. അതിൽ ഒരു വ്യക്തിയുടെ പേരായിരുന്നു ജൂഡസ് മെക്കാബിയസ്. They were high priests. അവരെല്ലാം They are മഹാപുരോഹിതന്മാരായിരുന്നു. not skilled with wars and all. അവർക്ക് യുദ്ധം ചെയ്യുവാനുള്ള കഴിവുകളൊന്നുമില്ല. But they wage a war against Antiochus Epiphanes for what he did in the temple. യെരുശലേം ദേവാലയത്തിൽ ആന്റിയോക്കസ് എപ്പിഫാനസ് ചെയ്തതിന് എതിരായിട്ട് അവർ യുദ്ധത്തിനായി പോയി. As they went for this war, അവർ യുദ്ധത്തിന് ചെന്നപ്പോൾ a lot of Jews joined along with them. ഒരുപാട് യഹൂദന്മാർ അവരോടൊപ്പം ചേർന്നു. I will tell you the surprising history in the world. ആമേൻ. ചരിത്രത്തിൽ ഏറ്റവും ആശ്ചര്യമായ കാര്യം ഞാൻ പറയട്ടെ. These high priests and few Jews took over the entire country that Alexander the Great took from Jews. ആമേൻ. യഹൂദന്മാരുടെ കയ്യിൽ നിന്നും അലക്സാണ്ടർ ചക്രവർത്തി എടുത്ത സ്ഥലങ്ങൾ മുഴുവൻ ഈ ചുരുക്കം യഹൂദന്മാരും ഈ പുരോഹിതന്മാരും കൈവശമാക്കുവാനിടയായി. Just priests. ആമേൻ. ഇവർ വെറും പുരോഹിതന്മാർ മാത്രമായിരുന്നു. I want to give a message to you too. ഇന്ന് ഒരു സന്ദേശം നിങ്ങൾക്ക് You don't see this history in Bible, ആമേൻ. ഈ ചരിത്രം വചനത്തിൽ നാം കാണുകയില്ല. but this is a part of history. ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. But I want to tell you something. പക്ഷെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. If Lord has to do something, ദൈവത്തിന് ചിലത് ചെയ്യണമെങ്കിൽ He don't need army for that. ആമേൻ. അതിന് സൈന്യത്തിന്റെ ആവശ്യമില്ല. If He get a dedicated priest in his hand, ആമേൻ. തന്റെ കയ്യിൽ ഒരു സമർപ്പിക്കുന്ന ഒരു പുരോഹിതനെ he ലഭിച്ചാൽ can turn the country upside down. ആമേൻ. ഒരു ദേശത്തെ മുഴുവനായിട്ട് തീൽമേൽ മറിക്കുവാൻ Let me tell you, കഴിയും. church, സഭയോട് ഞാൻ ഇപ്രം പറയട്ടെ. you don't have to become a president. ആമേൻ. ഒരു പ്രസിഡന്റ് ആകണമെന്നില്ല. You don't have to become a vice president. ഒരു വൈസ് പ്രസിഡന്റും But if ആകണമെന്നില്ല. my Lord wants to turn the country upside എന്റെ down, ദൈവത്തിന് ദേശത്തെ തീൽമേൽ He മറിക്കണമെങ്കിൽ can raise the church for that. ആമേൻ. അതിനുവേണ്ടി സഭയെ ഉയർത്തുവാൻ He can കഴിയും. raise the church for സഭയെ that. അതിനുവേണ്ടി My ഉയർത്തുവാൻ message കഴിയും. to every government official: ആമേൻ. കേൾക്കുന്ന സകലരോട് ഞാൻ if my Lord wants America to be on a right path, ആമേൻ. അമേരിക്ക ഒരു യഥാർത്ഥമായ പാതയിലാകണമെങ്കിൽ he won't be raising another president for that. ആമേൻ. അതിനുവേണ്ടി മറ്റൊരു പ്രസിഡന്റിനെ But ഉയർത്തണമെന്നില്ല. my God can do that thing. പക്ഷേ എന്റെ ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. Church is the place where God manifests His glory, and through church God can overturn the whole system and the whole constitution. If you believe that, give God glory, honor and praise. സഭയിൽ കൂടെ ദൈവത്തിന് രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളിൽ ചൂരാബ വളരെ ശംബലഗസിയ. വ്യത്യാസങ്ങൾ വരുത്തുവാൻ ദൈവത്തിന് കഴിയും. സെബെക്കേരലഗസിയ. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തെ So if church, മഹത്വപ്പെടുത്തുക. if you are waiting for another president, ആമേൻ. മറ്റൊരു പ്രസിഡന്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, if you are waiting for some other governor, മറ്റൊരു ഗവർണർ വേണ്ടി നിങ്ങൾ some other കാത്തിരിക്കുകയാണെങ്കിൽ, chief justice, മറ്റൊരു ചീഫ് ജസ്റ്റിസിന് വേണ്ടി I കാത്തിരിക്കുകയാണെങ്കിൽ, want to tell you a message. നിങ്ങളോട് ഒരു സന്ദേശം ഞാൻ You don't പറയാം. have to wait for that. ആമേൻ. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട. Be on your knees. ആമേൻ. നിങ്ങൾ മുട്ടുമടക്കുക. Start fasting and praying. ആമേൻ. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. Whenever church fasted and prayed, എപ്പോഴൊക്കെ സഭ ഉപവസിച്ചിട്ടുണ്ടോ, whenever people of God came together, എപ്പോഴൊക്കെ ദൈവജനം ഒന്നിച്ചു He കൂടിയിട്ടുണ്ടോ, moved the mountains. ആമേൻ. മുമ്പിലുള്ള പർവ്വതങ്ങളെ He മാറ്റിയിട്ടുണ്ട്. overturned the kingdoms. ആമേൻ. രാജ്യങ്ങളെ കീഴ്മേ He can മറിച്ചിട്ടുണ്ട്. overturn the politics. ആമേൻ. എത്ര വലിയ പൊളിറ്റിക്സിനെ മാറ്റുവാൻ One കഴിയും. fortnight is enough for that. ഒറ്റ രാത്രി മതി ദൈവത്തിന്. Can somebody believe this? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ Can somebody കഴിയും? believe this? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ Can somebody കഴിയും? believe this? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ Come on, are you കഴിയും? excited our God is going to do ആമേൻ. something? നമ്മുടെ ദൈവം ചിലതൊക്കെ ചെയ്യാൻ പോകുന്നതിൽ നാം Can we give വിശ്വസിക്കുന്നു. God glory, honor and കരങ്ങളെ praise? അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ Our God is കഴിയുമോ? awesome. ആമേൻ. നമ്മുടെ ദൈവം മഹാനായ He is ദൈവമാണ്. the King. രാജാധി He is the രാജാവ്. King of kings. ആമേൻ. രാജാധി He രാജാവാണ്. is the Lord of lords. കർത്താധി കർത്താവുമാണ്. When He came through the eastern gate,
ഒരു കിഴക്കേ വാതിൽ കൂടി He വന്നപ്പോൾ is saying, I am the king. ഞാനാണ് രാജാവ്. But not the king what you are പക്ഷേ thinking. നിങ്ങൾ വിചാരിക്കുന്ന തക്കവണ്ണമുള്ള I am a രാജാവല്ല. different king. ഞാൻ മറ്റൊരു രാജാവാണ്. Today this king is here. ഇന്ന് ആ രാജാവ് ഇവിടെ This king ഉണ്ട്. is here ആ രാജാവ് നമ്മുടെ to give you മധ്യത്തിൽ peace, നമുക്ക് സമാധാനം to give you നൽകുവാൻ, salvation, നമുക്ക് രക്ഷ നൽകി to give you തരുവാൻ, healing, നമുക്കൊരു സൗഖ്യം to നൽകുവാൻ, establish a relationship with Father in heaven. ആമേൻ, സ്വർഗ്ഗസ്ഥനായ പിതാവുമായിട്ട് ഒരു ബന്ധം He said, സ്ഥാപിക്കുവാൻ. no one can come to me ആമേൻ, ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. unless he permits. ആമേൻ, താൻ No സമ്മതിക്കാതെ. one can go to him ആമേൻ, ആരും പിതാവിന്റെ അടുക്കലേക്ക് because പോകുന്നില്ല. I am the door. That was Jesus said. ആമേൻ, ഞാൻ തന്നെയാകുന്നു വാതിൽ. He is the King of Kings. ആമേൻ, രാജാതി He is രാജാവും the Lord of Lords. കർത്താതി Can കർത്താവുമാണ്. somebody believe this? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. He is my Lord. അത് എന്റെ കർത്താവാണ്. He is my King. എന്റെ രാജാവാണ്. Not the king of my family. ആമേൻ, എന്റെ It കുടുംബത്തിന്റെ is easy to രാജാവല്ല. say, oh, Jesus is the king of our church. ആമേൻ, കർത്താവ് യേശു ക്രിസ്തു സഭയുടെ രാജാവാണെന്ന് പറയാൻ എളുപ്പമാണ്. Jesus is my king. പക്ഷേ കർത്താവ് എന്റെ I രാജാവാണ്. want to tell my church, എന്റെ സഭയോട് ഞാൻ ഇപ്രകാരം പറയട്ടെ. you know, this is a replica of the worship that is happening all around the world today. ആമേൻ, ലോകം മുഴുവനായി നടക്കുന്ന ആരാധനയുടെ റെപ്ലിക്കയാണിത്. We don't have palm branches here, ആമേൻ, ഇവിടെ നമുക്ക് കുരുത്തോലകളൊന്നുമില്ല. but many of the places they have palm branches. ആമേൻ, ഒരുപാട് മറ്റു പ്രദേശങ്ങളിൽ നമുക്കത് കാണാൻ But we have different other branches here, പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ മറ്റു പല ബ്രാഞ്ചസ് ഉണ്ട്. invisible branches. ആമേൻ, കാണാൻ പറ്റാത്ത ബ്രാഞ്ചസ് ആണ്. We lift that hands and there is an invisible branch ആമേൻ, there. നമ്മുടെ കൈകൾ ഉയർത്തുമ്പോൾ ആ കയ്യിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു I'll tell you കുരുത്തോലയുണ്ട്. so as these people were worshiping this king, ആമേൻ, ഈ ജനങ്ങളെല്ലാം ഈ രാജാവിനെ ആർപ്പിടുമ്പോൾ actually they were worshiping, definitely they were before Jesus, അവരെല്ലാരും കർത്താവിന്റെ മുമ്പാകെയായിരുന്നു. but they were not worshiping the Jesus who he was. ആമേൻ, കർത്താവ് ആരായിരിക്കുന്നു ആ വ്യക്തിയല്ല അവരെ ആരാധിച്ചത്. They are worshiping Jesus. കർത്താവിനെയാണ് ആരാധിച്ചത്. They are naming him. ആമേൻ, കർത്താവിന്റെ പേര് വിളിച്ചാണ് They are claiming him. ആമേൻ, ഈ വ്യക്തിയെ തന്നെ ചൂണ്ടിയാണ് But പറയുന്നത്. exactly they were not worshiping who Jesus was. പക്ഷേ കർത്താവ് യഥാർത്ഥത്തിൽ ആരായിരുന്നു? ആ കർത്താവിനെ അല്ല ആരാധിച്ചത്. Did you get that point? മനസ്സിലാകുന്നുണ്ടോ? Jesus was the king of peace. ആമേൻ, യേശു കർത്താവ് സമാധാനത്തിന്റെ He രാജാവായിരുന്നു. didn't come to wage war. ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല വന്നത്. But what they were praying for, പക്ഷേ എന്താണ് അവർ what പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? were they worshiping for? അവരെന്തിനു വേണ്ടിയാണ് You ആരാധിച്ചത്? are going to give us the country. ആമേൻ, ഇപ്പോൾ ഒരു രാജ്യം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. This is exactly what is happening in churches today. ഇന്ന് ഇത് തന്നെയാണ് സഭയിലും നടക്കുന്നത്. Many of us are worshiping Jesus who he is not. ആമേൻ, കർത്താവ് ആരല്ല ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. Do we have worship? നമുക്ക് ആരാധനയുണ്ടോ? Yes. ഉണ്ട്. Do we have songs? നമുക്ക് പാട്ടുകളുണ്ടോ? Yes. ഉണ്ട്. We have sermons? നമുക്ക് പ്രബോധനങ്ങളുണ്ടോ? Last week I was watching one video. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ കാണുകയായിരുന്നു. There's a great worship. ഒരു നല്ല ആരാധനയായിരുന്നു. I said hundreds of people were there. നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. I saw a weighing machine on stage. ആമേൻ, സ്റ്റേറ്റിൽ ഒരു തുലാസ് ഞാൻ കണ്ടു. Jesus is the instant weight losing God. വെയിറ്റ് പെട്ടെന്ന് ലൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് യേശു എന്ന് പറയുന്നു. Come on. And one lady who came in said, oh, I am 101 kg. Amen. It was kg, not pound. ആമേൻ, ഒരു സ്ത്രീ വന്ന് അതേ കയറി നിന്നപ്പോൾ പറഞ്ഞു, എനിക്ക് 101 കിലോയുണ്ട്. Okay, get out. ആമേൻ, അതിൽ നിന്ന് ഇറങ്ങി നിൽക്കുക In എന്ന് പറഞ്ഞു. Jesus' name, let she lose the weight instantly. ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വെയിറ്റ് എല്ലാം നഷ്ടപ്പെടുത്തേ എന്ന് And the പറഞ്ഞു. crowd is singing, enjoying, and clapping and dancing. Musicians are on their hype, and they were building up a hype and kind of things. And then he asked, okay, come on again. ആമേൻ, മ്യൂസീഷ്യൻസും പാട്ടുകാരും ഗായക സംഘം എല്ലാം പാട്ടുപാടി ഉല്ലസിക്കുന്ന സമയത്ത് വീണ്ടും ഇതിൽ അടുത്തേക്ക് വരാൻ പറഞ്ഞു. Then see, it's 100 now. നോക്കുക, ഇപ്പോൾ 100 കിലോ ആയി മാറി എന്ന് പറഞ്ഞു. Okay, see, within no time, she lost 1 kg. ആമേൻ, സമയത്തിനുള്ളിൽ 1 കിലോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. This guy went with this for hours and hours, and people were rejoicing, dancing, clapping. I don't know, all circus was going on there. ആമേൻ, ഈ വ്യക്തി ഇതും കൊണ്ട് മണിക്കൂറുകൾ മുമ്പോട്ട് പോയി പല ഗോഷ്ഠികൾ അവിടെ കാണിക്കുവാനിടയായി. Can Jesus do that? ആമേൻ, കർത്താവ് യേശു ചെയ്യാൻ പറ്റുമോ?
Oh, definitely he can do that. തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയും. But did Jesus really call you to say, do this? പക്ഷേ കർത്താവ് യഥാർത്ഥമായി അത് ചെയ്യുവാനാണോ നിന്നെ വിളിച്ചത്? See, many of us are claiming Jesus who is not. ആമേൻ. കർത്താവ് ആര് അല്ല അതിനെയാണ് നാം പലപ്പോഴും വിളിക്കുന്നത്. Claiming Jesus to build wealth. ആമേൻ. ധനം സമ്പാദിക്കുവാൻ വേണ്ടി Can he കർത്താവിനെ give വിളിക്കുന്നു. wealth? ധനം തരുവാൻ കഴിയുമോ? Yes. തീർച്ചയായിട്ടും But കഴിയും. that is not why I am worshiping God. പക്ഷേ അതുകൊണ്ട് അല്ല, അത് കാരണമല്ല ഞാൻ ദൈവത്തെ Can ആരാധിക്കുന്നത്. Jesus heal the sick? കർത്താവിന് ഒരു രോഗിയെ Oh സൗഖ്യമാക്കാൻ കഴിയുമോ? yes, 100%. തീർച്ചയായിട്ടും But we are not here to make a mimicry of that. പക്ഷേ അതിനെ ഒരു മിമിക്രിയായി മാറ്റുവാനല്ല We നമ്മൾ are here to ഇവിടെ worship a true God നാം യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കാനാണ് who ഇവിടെ കൂടി brings വന്നിരിക്കുന്നത്. you and Father together. ആമേൻ. നമ്മയും സ്വർഗ്ഗസ്ഥനായ പിതാവിനെയും For തമ്മിൽ there is only ബന്ധിക്കുന്ന one ദൈവം. mediator under the heaven and above the earth. ആമേൻ. ഭൂമിക്കും ആകാശത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ And ഉള്ളൂ. that is not anything അത് else. മറ്റാരുമല്ല. That is Lord Jesus അത് Christ. കർത്താവായ യേശു ക്രിസ്തു Why he മാത്രമാണ്. came here? എന്തിനാണ് ഇവിടേക്ക് ഇറങ്ങി To വന്നത്? bring you to Father. നമ്മളെ പിതാവെങ്കിൽ അടുക്കിലേക്ക് We കൊണ്ടുപോകാൻ all were വേണ്ടി. lost in sin. നാം എല്ലാവരും പാപത്തിൽ We all were നഷ്ടപ്പെട്ടവരാണ്. lost in curse. നാം എല്ലാവരും ശാപത്തിൽ വീണു But കിടക്കുകയായിരുന്നു. Jesus brought us to the peace with Father. ആമേൻ. നമ്മെ പിതാവെങ്കിലേക്ക് സമാധാനപരമായി Today when ചേർത്തുവാൻ we വേണ്ടി lift വന്നു. hands, ഇന്ന് നാം കരങ്ങൾ ഉയർത്തുമ്പോൾ, when we dance here, നാം ഇവിടെ നൃത്തം ചെയ്യുമ്പോൾ, we are not dancing for weight losing. ആമേൻ, നാം എങ്കിൽ വെയിറ്റ് നഷ്ടപ്പെടുവാൻ വേണ്ടിയല്ല നാം ഡാൻസ് We are ചെയ്യുന്നത്. not doing anything here for yoga. ആമേൻ. യോഗ ചെയ്യുവാനല്ല നാം ഇവിടെ People, ചെയ്യുന്നത്. I have heard people saying that, there are multiple benefits of praising God. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്നതിൽ അനേക ഗുണങ്ങളുണ്ടെന്ന് ആൾക്കാർ പറയുന്നത് Clap കേട്ടിട്ടുണ്ട്. your hands, your sugar will go down. ആമേൻ. കൈകൾ അടിച്ചാൽ നിങ്ങളുടെ ഷുഗർ കുറയും. Please don't do that in church. ആമേൻ. ദയവായി നിങ്ങൾ സഭയിൽ അത് ചെയ്യരുത്. If you feel like worshiping, clapping hands, clap hands. If you don't feel like, you lift your hands. Let's worship for who He is. ആമേൻ. ദൈവം ആരായിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് കരങ്ങളെ അടിച്ചും കരങ്ങൾ ഉയർത്തിയും ദൈവത്തെ But these മഹത്വപ്പെടുത്താം. guys were praising for Jesus who He was not. ആമേൻ. ദൈവം കർത്താവ് അല്ല അതിനുവേണ്ടിയാണ് ഈ ജനങ്ങൾ ഇപ്പോൾ ആരാധിക്കുന്നത്. After seeing all these praise, ഇതെല്ലാം കണ്ടതിന് ശേഷം what was the response of Jesus? എന്താണ് കർത്താവിന്റെ മറുപടി? Come on, the response of Jesus. ആമേൻ. കർത്താവിന്റെ പ്രതികരണം That is the ഇതായിരുന്നു. important thing for this message. ആമേൻ. ഇതാണ് ഈ And സന്ദേശത്തിന്റെ if I പ്രാധാന്യം. don't say that, you lose the message. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സന്ദേശം നഷ്ടപ്പെടും. And Luke 19:41-44. After this whole worship, Sunday worship, Hosanna worship, what Jesus is doing. ആമേൻ. ഈ ഞായറാഴ്ച നടന്ന ഈ ഹോസന്ന കുരുത്തോല ഞായറാഴ്ച ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് കർത്താവ് ചെയ്തത്? Let's read together. Come on. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1941. Start now. Now, as he drew near, he saw. So what is he? So there is no episode in between. Like he started from Eastern Gate. Now he is close to the. Come on. Respond, please. He's close to the city. And then, as he saw the city, what he did? He wept. Amen. Great worship. City people came in to worship him. Looking over the city, now he is crying. There are only two instances we see Jesus wept, right? ആമേൻ. രണ്ട് സന്ദർഭത്തിൽ മാത്രമേ കർത്താവ് കരയുന്നതായിട്ട് നാം കാണുന്നുള്ളൂ. I mean, he might have wept other times also. മറ്റ് But ഭാഗങ്ങളിലും the recorded thing is before the grave of Lazarus, and this is the second time. ആമേൻ. വചനത്തിൽ എഴുതപ്പെട്ടതായി രണ്ട് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിലും ഇതാ മറ്റൊരു ഭാഗത്തും. And now he wept over the city. ആമേൻ. ഈ ദേശത്തെ നോക്കി പട്ടണത്തെ നോക്കിക്കൊണ്ട് കരയുകയാണ്. Why? എന്തിനു വേണ്ടി? Why? എന്തിനു Now വേണ്ടി? listen. Was that not good worship? ആമേൻ. അതൊരു നല്ല മനോഹരമായ ആരാധനയല്ലായിരുന്നോ? Great worship? മനോഹരമായ ആരാധന. Exclamations. ആമേൻ. ഉച്ചത്തിലുള്ള ആരാധനകൾ. And Jesus riding on donkey, everyone putting their coat and suit. I mean, I'm just translating. Coat and suits and everything over there, tie and everything over there. And then Jesus is walking over that. As soon as he came close to the city, he wept publicly. ആമേൻ. കർത്താവ് യേശു ക്രിസ്തു കഴുതപ്പുറത്ത് വരുന്നു. മറ്റുള്ളവരെല്ലാം അവരുടെ കോട്ടെല്ലാം ഊരി അതിന്റെ മുമ്പിൽ വെക്കുന്നു. കർത്താവ് അതിന്റെ മീതെ മുമ്പോട്ട് പോകുന്നു. പക്ഷെ പട്ടണത്തിൽ അടുത്തപ്പോൾ ഇതാ കർത്താവ് പട്ടണത്തെ നോക്കി കരയുവാനിടയായി. Today we might say differently. ഇന്ന് നാം അത് വ്യത്യസ്ത രീതിയിൽ പറയും. When I saw the people's love, I wept. This was not that weeping. ആമേൻ. ജനത്തിന്റെ സ്നേഹം കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു. അപ്രകാരമല്ലായിരുന്നു കർത്താവിന്റെ കണ്ണ് This was നിറഞ്ഞത്. a direct message. ആമേൻ. ഇതൊരു നേർക്ക് നേരെയുള്ള ഒരു Wept and സന്ദേശമായിരുന്നു. he said something. ആമേൻ. കരഞ്ഞതിനു ശേഷം ഇപ്രകാരം Let's read പറയുവാനിടയായി. it together. ഒരുമിച്ച് വായിക്കാം. If you had known, even you, especially in this your day, the things that make for your
peace, but now they are hidden from your eyes. Amen. Hallelujah. You know what is the message? Message is simple message. I am giving you a message riding on a donkey, a message of peace. ആമേൻ. ഞാൻ ഇതാ കഴുതപ്പുറത്ത് സഞ്ചരിച്ച് നിങ്ങൾക്ക് ഒരു സമാധാനത്തിന്റെ സന്ദേശം നൽകുകയാണ്. But you started your own business. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ തുടങ്ങി. Business of a political king. ആമേൻ. ഒരു പൊളിറ്റിക്കൽ രാജാവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. And there may be many people who are if he becomes king, I will be the minister. ആമേൻ. ആ വ്യക്തിയാണെങ്കിൽ രാജാവായ ഞാൻ ഒരു മിനിസ്റ്റർ എങ്കിലും ആകും. There are king makers. ആമേൻ. അനേകർ ആണെങ്കിൽ രാജ്യത്തെ സ്ഥാപിക്കുന്നവരുണ്ട്. So, I mean, Jesus said, you completely missed the message. I mean, you are worshiping, but you missed the message. നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സന്ദേശം മാറിപ്പോയി. I'm trying to show you something, but it is hidden in your eyes. ഞാൻ നിങ്ങളെ ചിലത് കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കണ്ണിന് അത് മറവായിരിക്കുന്നു. And then 43. ആമേൻ. 43-ാമത്തെ Come on, let's read together. For the days will come upon you when your enemies will build an embankment around you, surround you, and close you in on every side, and level you and your children within you to the ground. And they will not leave in you one stone upon another, because you come on. Amen. Because you did not know. Because you did not know. Amen. Come on. I want you, everybody, to say that. Because you did not know the time of your visitation. That means I am visiting you. This is a time of visitation. I am preaching. I am talking. And you are wondering, you are in some other wonder world. And you are thinking, my worship is good because I got what I need to get. Jesus said, it's not for what I came. ആമേൻ. ഇപ്രകാരം കർത്താവ് പറയുകയാണ്, ഈ സമയത്താണ് ഞാൻ സന്ദർശിക്കുന്നത്. ഇതാണ് സന്ദർശന കാലം. ഇപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് സന്ദേശങ്ങൾ തരുന്നത്. പക്ഷെ അവർ ആരാധിക്കുന്നുണ്ട്, പക്ഷെ അവർ മറ്റേതോ ലോകത്തിൽ ഉള്ള ചിന്തകളിലാണ്. Calvary Assembly, a straight message to you. ആമേൻ. കാൽവറി അസംബ്ലിയിലുള്ള ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു സന്ദേശം പറയട്ടെ. Through this message, this is the visitation of the Lord. ആമേൻ. ഈ ഒരു സന്ദേശത്തിൽ കൂടെ ദൈവത്തിന്റെ സന്ദർശനം Lord is visiting you personally. ആമേൻ. നിങ്ങളുടെ വ്യക്തിപരമായി കർത്താവ് സന്ദർശിക്കുകയാണ്. But you are making this message into something else. പക്ഷെ നിങ്ങൾ ഈ സന്ദേശം മറ്റു പലതായിട്ട് എടുക്കുകയാണ്. Some for offending, some for defending. But let me tell you, this is the visitation of the Lord. Do not miss the message of Palm Sunday. ആമേൻ. ഈ ഒരു കുരുത്തോല ഹോശാന ഞായറാഴ്ചയിലെ ഈ സന്ദേശത്തിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ വിട്ടുകളയരുത്. If you're thinking about worship is for my breakthrough, worship is for finance, worship is for my job, worship is for my healing, let me tell you, all these things will happen. But the most important thing, worship is your connection with your God. ആമേൻ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആരാധിക്കുമ്പോൾ വിടുതലുകൾ അത്ഭുതങ്ങളൊക്കെ നടക്കും, അതെല്ലാം സംഭവിക്കും. പക്ഷെ പ്രാധാന്യമായി ആരാധിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. Hey, how is your personal connection with the Lord? ആമേൻ. നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധം എപ്രകാരം ഇരിക്കുന്നു How is your ദൈവവുമായിട്ട്? personal relationship with God? ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എപ്രകാരം ഇരിക്കുന്നു? Would Jesus look to your city? ആമേൻ. കർത്താവ് നിങ്ങളുടെ പട്ടണത്തിൽ നോക്കി എന്തായിരിക്കും ചെയ്യുന്നത്? Not city, your family, നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, your church, നിങ്ങളുടെ സഭയെ നോക്കിക്കൊണ്ട്, your life. നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് Will Jesus cry? കർത്താവ് യേശുക്രിസ്തു കരയുമോ? This Sunday, what I meant and what he took. ആമേൻ. ഞാൻ ഈ ഞായറാഴ്ച എന്താണ് വിചാരിച്ചത്, എന്നിട്ട് വ്യക്തി എന്താണ് പറഞ്ഞത്? I told 10 gates, you remember 1 gate. ആമേൻ. ഞാൻ 10 വാതിലിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അതിൽ ഒരു വാതിൽ ഓർത്തിരുന്നു. Because that is all what you want. ആമേൻ. കാരണം അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം. Hey, I'm just kidding with that. ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. One day I know I was preaching and that was a very pumping message. ആമേൻ. ഒരിക്കൽ ഞാൻ വളരെ ശക്തമായ ഒരു ദൂത്, ഒരു സന്ദേശം അറിയിക്കുകയായിരുന്നു. And as I preached and everybody enjoyed, and as I went out, one person came to me, Pastor, പറഞ്ഞ വേർഡ്സ് 9 അല്ല, അത് 11. സന്ദേശം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, പറഞ്ഞ വാക്യം അത് 9-ാം വാക്യമല്ലായിരുന്നു, 10-ാമത്തെ വാക്യമായിരുന്നു. ഞാൻ വന്നിട്ട് 1.5 വർഷമായില്ല, 1.25 ആയുള്ളൂ. You know,
You missed the message. Amen. അവിടുത്തെ സന്ദേശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. You missed the message. പറഞ്ഞ സന്ദേശം നഷ്ടപ്പെട്ടു. What is the message? എന്തായിരുന്നു സന്ദേശം? This is exactly Jesus crying now. ഇത് തന്നെയാണ് കർത്താവ് ഇത് ഓർത്ത് കരയുകയാണ്. Don't you think if Jesus wept 2000 years ago, will he not weep again? ആമേൻ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് കരഞ്ഞെങ്കിൽ വീണ്ടും കരയുമോ എന്ന് നാം ചിന്തിക്കണ്ടേ? If you have just known what I just said. ആമേൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. You all are taking what you want, but do you think what I want from your life? ആമേൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ എടുക്കുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യമുള്ളത് No, this is a common saying. This is a common saying in church. ആമേൻ. ഇത് സഭയിൽ പറയുന്ന ഒരു കോമൺ ഞാൻ കാര്യമാണ്. ചർച്ചിൽ പോവും. I will go to church. അവരൊക്കെ ആരാധിക്കും, ഞാനും ആരാധിക്കും. Let them all worship. I will also ഞാൻ worship. ആരെ ഒന്നും നോക്കാൻ പോകുന്നില്ല. I'm not going to bother anyone. നമ്മൾ പോകുക, നമുക്കുള്ളത് എടുക്കുക, വരുക, അത്രേ ഉള്ളൂ. I'm going to church. What we can receive, we will receive and then come back. Wrong statement അത്. That's a wrong statement. ദൈവം തരുന്നത് ഏറ്റെടുത്തോണ്ട് പോകണം. I mean, receive what God is giving in your life. Don't take what you want. Take what God wants you to take. I mean, നമുക്ക് ആവശ്യമുള്ളത് എടുക്കുകയല്ല, ദൈവം തരുന്നത് അത് നമ്മൾ പ്രാപിക്കുവാൻ റെഡിയാവണം. And Jesus wept. I mean, കർത്താവ് കരഞ്ഞു. For those who have gone to that place, you know, from Eastern Gate, we can see that, right? Where Jesus wept and looking unto the temple. Brothers and sisters, today looking into this temple, this Jesus should not weep. ആമേൻ. കർത്താവാണെങ്കിൽ ദേവാലയത്തിൽ നോക്കി ഇതാ കരയുവാനിടയായി. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ ഈ ഒരു കൂടാരത്തെ നോക്കിക്കൊണ്ട്, ദേവാലയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് കരയരുത്. After this Palm Sunday, ഈ ഒരു ഹോശാന ഞായറാഴ്ച ശേഷം when we will leave this gate, നാം ഈ ഒരു വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ Jesus should say, ആമേൻ, കർത്താവ് ഇപ്രകാരം പറയണം. the message that was missed 2000 years ago, this church took that message today. 2000 വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു പോയ ആ സന്ദേശം ഈ സഭ അത് ഏറ്റെടുത്തിട്ടുണ്ട്. How many of you would do that? എത്ര പേര് അത് ഏറ്റെടുക്കും? Do we have a right relationship with the Lord? കർത്താവുമായിട്ട് ഒരു യഥാർത്ഥമായ ബന്ധം A നമുക്കുണ്ടോ? peace with God, സമാധാനത്തിൽ ഒരു ബന്ധമുണ്ടോ? doing everything what He said. കർത്താവ് പറയുന്നത് തന്നെ ചെയ്യുവാൻ I നമുക്ക് want to തയ്യാറാണോ? challenge you with this word of Palm Sunday. ആമേൻ. ഈ ഹോശാന ഞായറാഴ്ച ഈ വചനത്താൽ നിങ്ങളെല്ലാം ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. How many of you would love to get back to this Father? ആമേൻ. ഈ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ എത്ര പേർക്ക് In the താല്പര്യമുണ്ട്? name of Jesus. യേശുവിന്റെ നാമത്തിൽ. Holy Spirit is given to you. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി Yes, തന്നിരിക്കുകയാണ്. He can restore everything for you. നിങ്ങൾക്ക് വേണ്ടി എല്ലാം വീണ്ടും മടക്കി തരുവാൻ But more കഴിയും. than anything else, പക്ഷേ എല്ലാത്തിനും the ഉപരിയായി broken relationship with your God has to be established. ആമേൻ. നിങ്ങളും പിതാവായ ദൈവം തമ്മിലുള്ള ആ മുറിഞ്ഞിരിക്കുന്ന ബന്ധം വീണ്ടും That പുനഃസ്ഥാപിക്കണം. broken prayer thing has to be established. ആമേൻ. ഉടഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥന ജീവിതം വീണ്ടും That സ്ഥാപിക്കണം. broken meditation has to be ആമേൻ. established. വചന ധ്യാനം വീണ്ടും പുനഃസ്ഥാപിക്കണം. That broken relationship with brothers and sisters has to be established. അന്യോന്യമുള്ള ആ സഹോദര സ്നേഹം വീണ്ടും പുനഃസ്ഥാപിക്കണം. How many of you are ready for that? എത്ര പേർ അതിനുവേണ്ടി Every തയ്യാറാണ്? eyes to be എല്ലാ closed. കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. And would you say that, Lord, on this day I surrender myself? എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഈ ദിവസം ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു? Would you please rise up in the presence of the Lord? ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Let's commit ourselves in the hands of നമ്മളെ God. തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. In front of this message. ഈ ഒരു സന്ദേശത്തിന് മുമ്പാകെ. Hallelujah. ഹല്ലേലൂയ. Palm tree, okay, I didn't say that one thing. So as Judas Maccabeus, he took over those Antiochus. So all the people, they wanted to celebrate, and they celebrated with palm branches. So after that happened then, and after 2000 years, people celebrated that with Jesus Christ. ആമേൻ. 200 years, after 200 years. ആമേൻ. ആ മെക്കാബിയൻ റിവോൾട്ടിന് ശേഷം അന്ന് പാം ലീവ്സും കൊണ്ടാണ് ആൾക്കാരാണെങ്കിൽ അന്ന് ആഘോഷിച്ചത്. അതിന് 200 വർഷത്തിന് ശേഷം വീണ്ടും ജനം അതേ ആഘോഷം ചെയ്യുകയാണ്. Today we don't have palm trees. ഇന്ന് നമുക്ക് കുരുത്തോലകളില്ല. We don't have branches. ഇന്ന് നമുക്ക് മറ്റേലകളൊന്നുമില്ല. But we have so many things to say, the Lord, I worship you. ആമേൻ. ഇന്ന് പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തോട് പറയാം, ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നുവെന്ന്. As a pastor, I want to connect you back to the Lord. ആമേൻ. ഒരു പാസ്റ്റർ എന്ന നിലയിൽ നിങ്ങളെ വീണ്ടും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുവാൻ ഞാൻ Not to ആഗ്രഹിക്കുന്നു. connect with me, ഞാനുമായിട്ട് കണക്റ്റഡ് ആകുവാനല്ല. but I want to connect you with the chief shepherd. ആമേൻ. ഏറ്റവും ആ നല്ല ഇടയനുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ ഞാൻ Can ആഗ്രഹിക്കുന്നു. you render a worship with that attitude? ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓർത്ത് നമുക്ക് ദൈവത്തെ How many of you would love to do that? എത്ര പേർക്ക് അത് ചെയ്യുവാൻ Would you lift your hands ആഗ്രഹമുണ്ട്? in the presence of the നമ്മുടെ Lord? വിശുദ്ധ കരങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് Every ഉയർത്താമോ? hands to be lifted high. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. Every hands to be lifted high. Come എല്ലാ on. കരങ്ങളും ഉയർന്നിരിക്കട്ടെ. I want you to talk to your Lord. ആമേൻ. നാം നമ്മുടെ ദൈവത്തോട് തന്നെ Don't സംസാരിക്കാം. talk because I am talking, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണ്ട. but talk to the Lord as your heart says. നിങ്ങളുടെ ഹൃദയം പറയുന്ന പോലെ ദൈവത്തോട് And സംസാരിച്ചാൽ let's worship this നമുക്ക് Lord. ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം.